ഇപ്പോൾ JDS നേതാവ് ജുനൈദ് കൈപ്പാണി എനിക്ക് ആദ്യം തന്നെ പ്രിയപ്പെട്ട സേനാപതി വക്കീലിനെ ഒന്ന് അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചു സംസ്ഥാന സർക്കാരിന് ഇതിൽ പരിമിതിയുണ്ട് എന്നുള്ളത് സത്യമാണ്. സംസ്ഥാന സർക്കാരിന് ഇതിൽ പരിമിതിയുണ്ട്. വനം എന്നുള്ളത് നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റിലാണ്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തുല്യമായ അധികാര പരിധിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യും. പിന്നെയും വന്യജീവി സംഘർഷം ഉണ്ടാവും, ആക്രമണം ഉണ്ടാവും, ആളുകൾ മരിക്കും, നമ്മൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തും, പ്രതിഷേധിക്കും, പരസ്പരം പഴിചാരും. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ ചർച്ച രാഷ്ട്രീയമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് 1972 വനം വന്യജീവി നിയമമാണ്. ആ നിയമം ഭേദഗതി ചെയ്യാതെ, പരിഷ്കരിക്കാതെ ഒരു നിലക്കുമുള്ള ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഇല്ല. പിന്നെ സംസ്ഥാന സർക്കാരിന് ആ നിയമം നിലവിൽ ഉള്ളതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയില്ല. താൽക്കാലികമായ പരിഹാരങ്ങളും നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പരിഹാരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ പരിഹാരം ചെയ്യണ്ടേ? അതുപോലും സർക്കാർ ചെയ്യുന്നില്ല. ശാശ്വതമായ പരിഹാരം ചെയ്യണമെങ്കിൽ താൽക്കാലികമായ പരിഹാരമെങ്കിലും ചെയ്യൂ, അതും ചെയ്യുന്നില്ല. അല്ല, താൽക്കാലികമായി ചെയ്യുന്നുണ്ടല്ലോ. നമുക്കറിയാം ഈ മന്ത്രിയൊക്കെ ഇതൊക്കെ എത്ര സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ വയനാട് രാധ എന്ന സ്ത്രീയെ കടുവ കടിച്ച് കൊന്നപ്പോഴും മന്ത്രി ഇവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. കോഴിക്കോടും വയനാടും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇവിടെ തമിഴ്നാട് മന്ത്രിയുടെ മാതൃക സേനാപതി വേണു പറഞ്ഞതാണ്. അല്ല, ഞാൻ ഈ വിഷയത്തിൽ മന്ത്രി പാട്ട് പാടിയതിനെ ന്യായീകരിക്കാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമാണ് ഒരു റോക്കറ്റ് സയൻസിൻ്റെ പ്രാധാന്യത്തോടുകൂടി വനം വന്യജീവി സംഘർഷത്തിൻ്റെ ഇടപെടലും ഗവേഷണവും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ വനം വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന 1972 നിയമം ഇപ്പോൾ ഇന്ത്യയിലാകെ 600-ലധികം ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, കഴിഞ്ഞ സമീപകാലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കേരളത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ഒറീസയുടെയും പശ്ചിമ ബംഗാളിൻ്റെ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരുമിച്ചുള്ള ആവശ്യമാണ് ഈ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇതിൽ രാഷ്ട്രീയം പറയുന്നല്ല, വസ്തുതയാണ് പറയുന്നത്. 1972 ഇത്രയും മനുഷ്യത്വരഹിതമായ ഈ നിയമം കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അതൊക്കെ അവഗണിച്ച്, അതൊക്കെ ബോധപൂർവം മാറ്റിവെച്ച് ചർച്ച കേവലം സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ഭേദഗതി വരുന്നതുവരെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണോ? ഭീതിയിൽ കഴിയണോ? സേനാപതി വേണം കൃത്യമായി പറഞ്ഞു, മലയോര മേഖലയിൽ ജനം ഭീതിയിൽ കഴിയണം. താങ്കളും വയനാട്ടിൽ നിന്നുള്ള ഒരു അംഗമാണ്, രാഷ്ട്രീയ നേതാവാണ്. പറയുന്നത് ഭേദഗതി വരുത്താൻ ശക്തമായ പ്രതിഷേധം, കൂട്ടായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇത് ഭേദഗതി ചെയ്യാൻ, ഇവിടെ UDF-ഉം LDF-ഉം വ്യത്യാസമില്ലാതെ ബഹുജന, അത് UDF-ഉം കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് ഭേദഗതിയെ പിന്തുണയ്ക്കുമെന്ന്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കടമകൾ ചെയ്യണ്ടേ? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ 50 കോടി രൂപ പ്ലാൻ, കഴിഞ്ഞ ബജറ്റിൽ അത് മുഴുവൻ ചെലവഴിച്ചിട്ടില്ല, ഇതിനുവേണ്ടി നീക്കി വെച്ച തുക പുറമേ തന്നെ. ഇത് പിന്നെ മറ്റൊരു വിഷയം, ഈ കഴിഞ്ഞ ബജറ്റിന് മുമ്പിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സവിശേഷ പാക്കേജ് ഉണ്ട്, ഒരു 1000 കോടിയുടെ ഒരു പാക്കേജ്. ആ പാക്കേജ് നിഷ്കരുണം കേന്ദ്ര ഗവൺമെൻറ് തള്ളി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ, ഇന്നത്തെ ദിവസം വൈകുന്നേരം പാർലമെൻറ്റിലെ നമ്മുടെ ഹാരിസ് ബീരാൻ്റെയും അതേപോലെ ശിവദാസൻ MP-യുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് മറുപടിയായി, അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടിയായി പാർലമെൻറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വനം വന്യജീവി വകുപ്പ് ഒരു നിലക്കും ഭേദഗതി ചെയ്യാൻ ആലോചന പോലും ഇല്ല എന്ന് അസന്നിഗ്ധമായി, വളരെ ക്രൂരമായി, മനുഷ്യത്വരഹിതമായി കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഈ രൂപത്തിൽ വികലമായ മനുഷ്യത്വ വിരുദ്ധ സമീപനമെടുത്താൽ തീർച്ചയായും അത് തിരുത്തിക്കാനുള്ള വലിയ ബഹുജന സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു. അതിന് കേരളത്തിൽ മുന്നണികളുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ കൊടി നോക്കാതെ ശക്തമായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ശാശ്വതമായ പരിഹാരം. അല്ലാതെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച്, LDF ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിന്റെ സാങ്കേതികത്വമല്ല, ഒരു അതാണ് വേണ്ടത്. നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ചെയ്യില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കയ്യും കെട്ടിയിരിക്കുകയല്ല ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായി നൂൽപ്പുഴയിലും വയനാട്ടിൽ നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന അതേ പ്രദേശത്ത് മലയിലാണ് ഇന്ന് ബാലകൃഷ്ണൻ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ
വന്യജീവി സംരക്ഷണ നിയമമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികത്വവും നിയമവശവും പറഞ്ഞല്ല അതിനെ സമീപിച്ചത്. ആ ഘട്ടത്തിൽ കൃത്യമായി അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാനും അവിടെ പെട്രോളിംഗ് സംവിധാനം കൊണ്ടുവരാനും മറ്റ് നിരീക്ഷണങ്ങൾ ഒരുക്കാനും ഒക്കെയുള്ള വളരെ ഗൗരവമായ ഏറ്റവും അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി നിലവിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പരിഹരിക്കാനും ആശ്വാസം കണ്ടെത്താനും ഒക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നഷ്ടപരിഹാര തുകയിൽ 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമില്ല. അത് പൂർണ്ണമായി സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ യാതൊരു നിലക്കും തെറ്റായി കാണാതെ, വികലമായി കാണാതെ, മനുഷ്യത്വരഹിതമായി കാണാതെ പൂർണ്ണമായി സംസ്ഥാന ഗവൺമെൻറ്റിനെ പഴിചാരുന്ന ഈ ശൈലി, ഈ സമീപനത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയം കാണേണ്ട ഒരു വിഷയമല്ല ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണമൊരുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1972 നിയമം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന മനുഷ്യൻ്റെ സ്വത്തിനും അതേപോലെ ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു നിയമമാണ് ഈ നിയമം. സത്യത്തിൽ IPCയിൽ 101ഉം 103ഉം 2 വകുപ്പുകൾ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതിന് പ്രയാസമുണ്ടാക്കുന്ന ക്രിമിനൽ കുറ്റം ആണ്. അപ്പോൾ അതിൻ്റെ ലംഘനമാണ് സത്യത്തിൽ ഈ 1972 ഈ നിയമം എന്ന് പറയുന്നത്. അപ്പം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരു നിയമം സ്ഥാപിച്ചിരിക്കുകയാണ്. ആ നിയമത്തിൻ്റെ പരിമിതികളെ അതിജീവിക്കാൻ കേവലം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം സാധിക്കില്ല. രാജ്യത്താകെയുള്ള ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ഒരു പരിഹാരത്തിലേക്ക് ശാശ്വതമായി എത്താൻ കഴിയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിന് നമുക്കറിയാം, സവിശേഷമായ പാക്കേജ് ആവശ്യപ്പെട്ടു, തന്നില്ല. നഷ്ടപരിഹാര തുകകളിൽ തന്നില്ല. നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു ആലോചന പോലും നടത്തില്ല. ഭേദഗതി ചെയ്യില്ല എന്നല്ല പറഞ്ഞത്, ആലോചന പോലും നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതകളൊക്കെ ഉണ്ടായിട്ട് കേവലം സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന, ആരോപണം ഉന്നയിക്കുന്ന ഈ സമീപനത്തിൽ UDF-നെ സംബന്ധിച്ച് അത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1972 നിയമം പറഞ്ഞു മാത്രം എങ്ങനെ എത്ര നാൾ ഇങ്ങനെ നിൽക്കും? ഇത് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുന്നു. 1972 വനം വന്യജീവി നിയമം സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. അത്രയേറെ ഗൗരവമായ മനുഷ്യത്വരഹിതമായ ഒരു നിയമമാണ് 1972 നിയമം. ഇവിടെ നമ്മൾ എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത മേരി ഡോക്ടറും അതേപോലെ സേനാപതി വക്കീലും, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ അവതാരകനടക്കം 1972 ഈ വനം വന്യജീവി നിയമത്തെ അങ്ങ് നിസ്സാരപ്പെടുത്തി ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ആ നിയമത്തെ ലാഘവത്തോടുകൂടി കാണുന്നതിന് പിന്നിൽ ഒരേ സ്വരത്തിലുള്ളൊരു രാഷ്ട്രീയം ചലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന ആർക്കും അത് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് മുമ്പ് സംസാരിച്ച വക്കീൽ ഇവിടെ പറഞ്ഞതുപോലെ പ്രായോഗികമായൊരു സമീപനം നമ്മൾ വിഷയങ്ങളിൽ ഉണ്ടാവണം. ഇവിടെ പ്രായോഗികമായ സമീപനം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, സംസ്ഥാന ഗവൺമെൻറ് ഒരു ദുരന്തം വരുമ്പോൾ, ഒരു സാഹചര്യം വരുമ്പോൾ ഇടപെടുന്നു, അതിനെ സാങ്കേതികത്വവും നിയമവും നോക്കാതെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 1972 നിയമം ഒരു രാജ്യത്താകെയുള്ള നിയമമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വന്യജീവികളെ നേരിടാനും സംഘർഷം ലഘൂകരിക്കാനുമൊക്കെയുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലെ അവസ്ഥയല്ല വയനാട്ടിലെ അവസ്ഥ, വയനാട്ടിലെ അവസ്ഥയല്ല കോഴിക്കോട് അവസ്ഥയല്ല കണ്ണൂർ, മഹാരാഷ്ട്രയിലെ അവസ്ഥയല്ല കേരളത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം നിയമങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തദ്ദേശീയമായ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ളൊരു മോണിറ്ററിങ്ങും അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തത്തോടു കൂടിയായിരിക്കണം ഒരു ഗവൺമെൻറ് സമീപിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇതിനെ നേരിടണം, പ്രതിരോധിക്കണം
എന്ന് പറയുന്നതിൽ ഒരു അപ്രായോഗികത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ ഈ നിയമം പരിഷ്കരിക്കുകയും ഈ നിയമത്തിന് ബദലായി നമ്മുടെ പരിസ്ഥിതി പ്രിയപ്പെട്ട മേരി ടീച്ചർ പറഞ്ഞതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, വനം സംരക്ഷിക്കപ്പെടണം, മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യരും സംരക്ഷിക്കപ്പെടണം. അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ നമുക്ക് സംരക്ഷിക്കപ്പെടണം എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് തദ്ദേശീയമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ചില വിവേചനാധികാരങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി അനുമതി കൊടുക്കണം. അതേപോലെ മാനുകളെ കൃഷി നശിപ്പിക്കും. നേരത്തെ മാഡം പറഞ്ഞു കൃഷിക്ക് വലിയ പ്രാധാന്യം സംസാരം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിൽ കൃഷി നശിപ്പിക്കുന്ന വ്യാപകമായി കർഷകൻ്റെ നടുവൊടിക്കുന്ന, കർഷകനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ കുരങ്ങിൻ്റെയും അതേപോലെ മാനിൻ്റെയും കാട്ടുപന്നിയുടെയും ആനയുടെയും ഒക്കെ ശല്യം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കൃഷി ലക്ഷക്കണക്കിന് ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ സംരക്ഷണം, കർഷകൻ്റെ സംരക്ഷണം, ചെറുകിട കർഷകൻ്റെ, കർഷക തൊഴിലാളികളുടെ ഇവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ സ്വാഭാവികമായും ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അനുമതിയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം ഉയരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി, അതേപോലെ മനുഷ്യൻ്റെ ഭീഷണിയെ നേരിടുന്ന, ഇപ്പം നമുക്കറിയാം സ്വീഡനിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ മനുഷ്യന് ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലുകയും അങ്ങനെ കൊന്ന് നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകണം. അങ്ങനെ അത് സ്വാഭാവികമായിട്ട് മൃഗങ്ങളെ കൊന്ന് നശിപ്പിക്കേണ്ടതില്ല. ആ മൃഗങ്ങളെ കൊന്ന് സ്വാഭാവികമായും അതിനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷിക്കട്ടെ, അതിനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവർ അത് ഇഷ്ട ആളുകൾക്ക് സമ്മാനം കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ തോല്, അതേപോലെ കൊമ്പുകൾ, മാൻ്റെയൊക്കെ കൊമ്പുകൾ, ഇതൊക്കെ വിപണി സാധ്യതയുള്ള സംഭവങ്ങളാണ്. ഇത് വിൽക്കാനും വിപണിയിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ ഒരു പ്രായോഗികമായ സമീപനം നമുക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം അത്തരത്തിൽ പ്രായോഗികമായ സമീപനത്തിലൂടെ രാജ്യത്തെ ഇത്തരം നിയമങ്ങൾ മാറണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനുവേണ്ടി നമുക്ക് രാഷ്ട്രീയം മറന്ന് യോജിച്ചു കൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകണം. അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ളൊരു സമൂലമായ പൊളിച്ചെഴുത്ത് നമ്മുടെ നിയമങ്ങളിൽ ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ജുനൈദ് പറയുന്നത് 1972 വന നിയമമാണ് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ തടസ്സം നിൽക്കുന്നത് എന്നാണ്. അങ്ങനെ കരുതണോ? വളരെ പെട്ടെന്ന്. അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജുനൈദ് പറഞ്ഞത് ആ വന നിയമത്തിന്റെക്കാൾ ഉപരി ആ വന നിയമത്തിലെ ചില ക്ലോസസ്, ഉദാഹരണത്തിന് ഇത്തരം പെരുകുന്ന മൃഗങ്ങളെ കൊല്ലാൻ അനുവദിച്ചാൽ മാത്രം പോരാ, അതിനെ തിന്നാനും അതിന് ഞാനത് 101% ജുനൈദിനോട് ചേരുകയാണ്.